അപ്പോൾ ഇനി ഏതെങ്കിലും യാത്ര മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ തീരാൻ പോവാണ്. അതിനു മുൻപ് ആ യാത്രകളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കിക്കോ, അല്ലെങ്കിൽ ഈ വെക്കേഷന് കൊണ്ടുപോയില്ലേ ഞങ്ങളെ എങ്ങും എന്നുള്ള ആ പരാതി കേൾക്കാൻ ഒരു വർഷം മുഴുവൻ കേൾക്കാൻ തയ്യാറായിക്കോളൂ. അതിന് നല്ലത് അടുത്ത ഒരാഴ്ച കൊണ്ട് ആ യാത്രയൊക്കെ പൂർത്തിയാക്കുന്നതാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സേവനങ്ങൾക്കും ആധാർ വേണം എന്ന് നമുക്കറിയാം. ആധാർ കാർഡ് ഇപ്പോൾ ഒരു പ്രധാന തിരിച്ചറിയൽ രേഖയായി തന്നെയാണ് എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നവജാത ശിശുക്കൾക്ക്, ന്യൂ ബോൺസിന് ആധാർ വേണമെന്നുള്ളത് അറിയാമോ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ആധാർ എടുക്കുകയെന്ന് ശ്യാമ സദാനന്ദൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായിട്ടുള്ള കേരള സംസ്ഥാന IT മിഷൻ ആധാറുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് നവജാത ശിശുക്കൾക്കും ആധാർ എടുക്കാമെന്നത്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ആധാർ എടുക്കുക? നമുക്ക് നോക്കാം. അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാറുമായി ചേർന്നാണ് കുട്ടികളുടെ ആധാർ എടുക്കുക. അതുകൊണ്ട് തന്നെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രക്ഷിതാവോ ആധാർ എൻറോൾമെന്റ് സെന്ററിൽ കുട്ടിക്കൊപ്പം സ്വന്തം ആധാറുമായി എത്തണമെന്നത് നിർബന്ധമാണ്. എന്നിട്ട് വേണം എല്ലാ രേഖകളും സഹിതം അപേക്ഷ നൽകാൻ. അപേക്ഷാ ഫോം UIAI വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. കുട്ടിയുടെ ജനനത്തീയതി, ജെൻഡർ, വിലാസം തുടങ്ങിയ വിവരങ്ങളോടൊപ്പം രക്ഷിതാവിന്റെ വിശദാംശങ്ങളും നൽകി വേണം അപേക്ഷിക്കാൻ. കുട്ടിയുടെ രക്ഷിതാക്കളിൽ ഒരാൾ കുഞ്ഞുമായുള്ള ബന്ധമടക്കമുള്ള ആധികാരിക വിവരങ്ങളാണ് നൽകേണ്ടത്. ഫോമിൽ ഒപ്പുവെച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ എൻറോൾമെന്റിനും രക്ഷിതാവ് സമ്മതം നൽകണം. ഇതോടൊപ്പം ബയോമെട്രിക് വിവരങ്ങളും നൽകണം. 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് ബയോമെട്രിക്സ് വിവരങ്ങൾ, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവയൊന്നും ശേഖരിക്കില്ല. പിന്നീട് 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായിട്ടും പുതുക്കണം. 5-ാം വയസ്സിലെ പുതുക്കൽ 7 വയസ്സിനുള്ളിലും 15 വയസ്സിലെ പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ ഈ സൗകര്യം സൗജന്യമായിട്ട് ലഭിക്കുള്ളൂ. അതിനുശേഷമുള്ള പുതുക്കലിന് നിശ്ചിത ഫീസ് ഈടാക്കും. മാത്രമല്ല, ഈ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ നടത്താത്ത ആധാർ അസാധുവാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ മിക്ക സേവനങ്ങൾക്കും ആധാർ നിർബന്ധമായതിനാൽ കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്താൽ കുട്ടി വലുതായതിനു ശേഷം നീറ്റ്, JEE, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയുടെ രജിസ്ട്രേഷനിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. ആധാറിൽ മൊബൈൽ നമ്പറും ഇമെയിലും നൽകണം. പല വകുപ്പുകളും ആധാറിലെ മൊബൈലിൽ അല്ലെങ്കിൽ ഇമെയിലിൽ OTP അയച്ചിട്ടാണ് സേവനങ്ങൾ ലഭ്യമാക്കുക. 5 വയസ്സ് വരെ പേര് ചേർക്കൽ, നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കും. ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കുന്നത് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സാധിക്കും.